നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്ക് ചാർജ് കഴിഞ്ഞു, അതുപോലെ തന്നെ നെറ്റും തീർന്നു പോയി. അപ്പോൾ നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ റോഡിൽ വന്ന് നിൽക്കണമെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ഗണേശോത്സവമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കണ്. 4 മണിക്ക് വന്ന് നിൽക്കാൻ തുടങ്ങിയതാണ്. നമ്മൾ വന്ന് 2 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല മഴയും പെയ്തു. തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വെച്ചാൽ ഈ കുട്ടികളാണെങ്കിൽ സമ്മതിക്കണമില്ല. അവർക്ക് ഇത് കണ്ടിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറയുമ്പോൾ അവർ സമ്മതിക്കണമില്ലടാ. എന്നാൽ പിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ വെച്ചാൽ അതിനൊരു സമാധാനം ഉണ്ടാവില്ല. റോഡ് സൈഡിൽ പിന്നെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പേടി. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഒരു 4 മണിക്ക് വന്നിട്ട് ഒരു 2 മണിക്കൂറോളം നമ്മളവിടെ നിന്നിട്ടുണ്ട്. അങ്ങനെ മഴയൊക്കെ മാറിയപ്പോൾ ഓരോരോ ഘോഷയാത്ര പതുക്കെ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ പ്രാവശ്യം ഘോഷയാത്ര കൂടുതലുണ്ടായിരുന്നു. 50-ൽ കൂടുതലൊക്കെ ഉണ്ടാവും. അത്രയ്ക്ക് തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. മഴയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഘോഷയാത്ര നല്ല അടിപൊളിയായിരുന്നു. നല്ല പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ബോറടിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എങ്ങനെ വെച്ചാൽ ഒന്ന് പോയി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഒന്ന് വരിക. ഈ പ്രാവശ്യം പിന്നെ എല്ലാം ബാക്കിൽ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ടു നിൽക്കാനും നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ബോറടിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലഡു ഒക്കെ കിട്ടി. അതുപോലെ തന്നെ കടല പുഴുങ്ങിയതും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവില് മലര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലഡു ഒക്കെ കിട്ടിയതൊക്കെ നമ്മൾ അവിടെ തന്നെ തിന്നു. കുഞ്ഞു കുഞ്ഞു ലഡു ആയിരുന്നു. അതൊക്കെ അവിടെ തന്നെ കുട്ടികൾ കഴിക്കുകയും ചെയ്തു. ലഡു ഒക്കെ കഴിച്ച് നന്നായി ആസ്വദിച്ചിട്ടാണ് നമ്മൾ ഘോഷയാത്ര കണ്ടുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. നേരത്തെ കൂട്ടി നമ്മൾ വീട്ടിൽ പോയതാണെങ്കിൽ മഴ വന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയതായിരുന്നെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ശരിക്കും അതൊരു നഷ്ടമായിട്ടുണ്ടാവും. ഇത് ഓരോരോ ടീമിൻ്റെയാണ് കേട്ടോ. ഓരോരോ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരുടെയാണ് ഓരോരോ ഘോഷയാത്ര. എല്ലാം കൂടി ഒരു അമ്പലമുണ്ട്. അതിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടു നിൽക്കാനും നല്ല രസമുണ്ടായിരുന്നു. അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഓരോരോ ഗണപതി വിഗ്രഹങ്ങളും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. നല്ല വലിപ്പം ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല ഭംഗി. അപ്പോൾ നമ്മളിതെല്ലാം കണ്ടിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. എല്ലാം കണ്ട് കഴിയുന്നത് വരെ നമ്മളവിടെ നിന്നു. പെട്ടെന്ന് കഴിഞ്ഞ പോലെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ. വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം കാത്തു നിന്നപ്പോൾ നമുക്ക് ബോറടിച്ചെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് കഴിയണ്ട എന്നായിരുന്നു. കഴിഞ്ഞപ്പോൾ അത് അയ്യോ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ 50-ൽ കൂടുതൽ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളും ആയിരുന്നു. തുടക്കത്തിൽ മഴ പെയ്തെങ്കിലും പിന്നീട് മഴയൊന്നും പെയ്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഘോഷയാത്രകളും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടാണ്. മഴ പെയ്തതാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇത്രയും നേരം ഇവിടെ നിന്നത് വെറുതെ ആവുമായിരുന്നു. ഗണപതിനെയൊക്കെ ഇട്ട് മൂടിയിട്ടായിരിക്കും അവർ കൊണ്ടുപോകും. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു മഴ പെയ്തതാണെങ്കിൽ. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഘോഷയാത്രയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഗണേശോത്സവം ഇങ്ങനെയാണ്. അപ്പോൾ ഗണേശോത്സവം ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.